നമസ്കാരം. ആവിർഭവ് എന്ന കൊച്ചു ഗായകനെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. മലയാളത്തിൽ നിരവധി ചാനൽ ഷോകളിലൂടെ ഇടുക്കി രാമക്കൽമേട്ടുകാരനായ ആവിർഭവും സഹോദരി അനിർവിന്നയും നേരത്തെ തന്നെ സൂപ്പർ സ്റ്റാറായി മാറിയിരുന്നു. മലയാളികൾ ബാബുക്കുട്ടൻ എന്ന് വിളിക്കുന്ന ഈ 7 വയസ്സുകാരൻ ഇപ്പോൾ മലയാളത്തിൽ നിന്നും നടന്നു കയറിയത് ഹിന്ദിയിലേക്കാണ്. അവിടെ ടോപ്പ് സിംഗർ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബാബുക്കുട്ടൻ. 7 മുതൽ 15 വയസ്സ് വരെയുള്ള നിരവധി ഗായകർക്കൊപ്പം മത്സരിച്ചാണ് ഇപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാറായി ബാബുക്കുട്ടൻ മാറിയത്. സോണി ടിവിയിലെ ഹിന്ദി റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ സിംഗർ 3യിൽ വിജയിയായാണ് ആവിർഭവ് എന്ന ബാബുക്കുട്ടൻ വീണ്ടും മലയാളികൾക്ക് അഭിമാനമായി മാറിയത്. സീസണിൽ ഉടനീളം അത്ഭുതകരമായ പ്രകടനമാണ് ആവിർഭവ് കാഴ്ചവെച്ചത്. ഗായകരിലെ ഷാരൂഖ് ഖാൻ എന്നാണ് ബാബുക്കുട്ടനെ വിധികർത്താക്കൾ വിശേഷിപ്പിച്ചത്. ചിട്ടി ആയി ഹേ എന്ന ഗാനത്തിലൂടെയാണ് ആവിർഭവ് വിധികർത്താക്കളുടെയും മലയാളികളുടെയും സംഗീത പ്രേമികളുടെയും പ്രിയ താരമായി മാറിയത്. ഫ്ലവേഴ്സ് ടിവിയിലെ ടോപ്പ് സിംഗറിലൂടെയാണ് ആവിർഭവ് മലയാളികളുടെ സൂപ്പർ ഹീറോയായി നേരത്തെ മാറിയത്. 2018 1.5 വയസ്സുള്ളപ്പോൾ സഹോദരി അനിർവിന്യ പങ്കെടുത്ത തെലുങ്ക് റിയാലിറ്റി ഷോ കാണാൻ എത്തിയതായിരുന്നു അന്ന് ആവിർഭവ്. അന്ന് വിധികർത്താക്കളുടെ ക്ഷണം സ്വീകരിച്ച് സ്റ്റേജിൽ കയറി ആവിർഭവ് ഒരു പാട്ടങ്ങ് പാടി. അത് ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നീട് ബാബുക്കുട്ടന് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ആവിർഭവ്. സൂപ്പർ സ്റ്റാർ സിംഗറിൽ അവതരിപ്പിക്കാനുള്ള പാട്ടുകൾ ആവിർഭവിനെ പഠിപ്പിച്ചത് ചേച്ചി അനിർവിന്നയായിരുന്നു. അനിർവിന്ന തന്നെയാണ് ബാബുക്കുട്ടൻ്റെ ആദ്യ ഗുരുവും. ആലാപന വേഗവും ഉച്ചാരണശുദ്ധിയും ഗാനങ്ങളുടെ തിരഞ്ഞെടുപ്പും ആവിർഭവിന് ഗുണമായി മാറുകയായിരുന്നു. മത്സരത്തിൻ്റെ വിധികർത്താവ് നേഹ കക്കർ ആവിർഭവിനെ വിശേഷിപ്പിച്ചത് 8ാമത്തെ ലോകാത്ഭുതം എന്നാണ്. ഷോയുടെ സമ്മാനത്തുകയായ 10 ലക്ഷത്തിനൊപ്പം ആവിർഭവിന് പ്രത്യേക സമ്മാനമായി നേഹ കക്കർ 1 ലക്ഷം കൂടി നൽകുകയും ചെയ്തു.